കേരള രാഷ്ട്രീയത്തിന്റെ സമകാലീന ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന്റെ സമുന്നത നേതാവ് പിണറായി വിജയനെയും ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ചരിത്രപരമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM-നുള്ളിൽ താഴെത്തട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ കടുത്ത സ്വയം വിമർശനങ്ങളും തെറ്റുതിരുത്തൽ ചർച്ചകളും സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയൊരു വിവാദം കൂടി പാർട്ടിയെ ഉലയ്ക്കുന്നത്. ഭരണ തുടർച്ചയുടെ അഹങ്കാരവും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയുമാണ് പാർട്ടിയുടെ ദയനീയ തകർച്ചയ്ക്ക് കാരണമെന്ന കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ ഔദ്യോഗിക വിലയിരുത്തലുകൾ നിലനിൽക്കെ തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആവശ്യങ്ങൾ അണികൾക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജനങ്ങളെയും സന്ദർശകരെയും പൂർണ്ണമായും അകറ്റി നിർത്താൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറമെ വിപുലമായ പുതിയ ഓഫീസ് സമുച്ചയം വേണമെന്ന അദ്ദേഹത്തിന്റെ ശാഠ്യവും തന്റെ പ്രിയപ്പെട്ട വളർത്തുനായായ റോബിന്റെ സുഖസൗകര്യങ്ങൾ മുൻനിർത്തിയുള്ള തീരുമാനങ്ങളും പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-നും ഇടതു മുന്നണിക്കുമേറ്റ കനത്ത തിരിച്ചടി കേവലം ഒരു രാഷ്ട്രീയ പരാജയമായിരുന്നില്ല, മറിച്ച് പാർട്ടിയുടെ ജനകീയ അടിത്തറക്കേറ്റ വലിയൊരു ആഘാതമായിരുന്നു. ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന ഒരു കേഡർ പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നും ഇത്രമേൽ അകന്നു പോകാൻ കഴിഞ്ഞതെന്ന ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും ഒരേപോലെ ഉയരുന്നത്. പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒരുപോലെ അടിവരയിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അധികാരത്തിന്റെ അമിത സ്വാധീനം മൂലം താഴെത്തട്ടിലുള്ള നേതാക്കൾ മുതൽ ഉന്നത തലത്തിലുള്ളവർ വരെ ജനങ്ങളോട് കാണിച്ച ധാർഷ്ട്യവും വോട്ടർമാരെ അകറ്റി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നേതാക്കൾ നയിക്കുന്ന ആഡംബര ജീവിതവും കോർപ്പറേറ്റ് ശൈലികളും അണികളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. കോവിഡ് കാലത്തെ ജനപ്രിയ പ്രതിച്ഛായയ്ക്ക് ശേഷം ഭരണത്തിന്റെ അവസാന വർഷങ്ങളിൽ ജനങ്ങളിൽ നിന്നും സാധാരണക്കാരായ അണികളിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂർണ്ണമായും അകന്നു എന്ന വിമർശനവും ശക്തമായി. ഈ സാഹചര്യത്തിലാണ് താഴെത്തട്ടിലുള്ള അണികൾ മുതൽ പാർട്ടി സംവിധാനത്തെ ആകെ ശുദ്ധീകരിക്കാൻ തെറ്റുതിരുത്തൽ രേഖയുമായി പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകേണ്ട ഉന്നത നേതാക്കളിൽ നിന്ന് തന്നെ തികച്ചും വിപരീതമായ സമീപനം ഉണ്ടാകുന്നത് തിരുത്തൽ പ്രക്രിയയുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണ്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസിലേക്ക് മാറാൻ ഒരുങ്ങുകയും ചെയ്യുന്നതോടെ കന്റോൺമെന്റ് ഹൗസ് പുതിയ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനായി ഒരുങ്ങുകയാണ്. എന്നാൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് താമസം മാറുന്നതിനൊപ്പം പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടാത്ത തരത്തിലുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക ഓഫീസ് സംവിധാനം ഉള്ളതുപോലെ പ്രതിപക്ഷ നേതാവിനും നിയമസഭാ മന്ദിരത്തോട് ചേർന്ന് വിപുലമായ സ്വതന്ത്ര ഓഫീസ് സൗകര്യം വേണമെന്നാണ് പിണറായി വിജയന്റെ പ്രധാന ആവശ്യം. ഇതിനായി സ്പീക്കർക്ക് ഔദ്യോഗികമായി കത്ത് നൽകാൻ അദ്ദേഹം ആലോചിക്കുന്നതായാണ് സൂചനകൾ. തന്റെ ഔദ്യോഗിക പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും മറ്റു ജീവനക്കാർക്കും സുഗമമായി ജോലി ചെയ്യുന്നതിനായി MLA ക്വാർട്ടേഴ്സിനോട് ചേർന്ന് പ്രത്യേക സൗകര്യം ഒരുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഈ പുതിയ ആവശ്യത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശം കന്റോൺമെന്റ് ഹൗസിൽ പൊതുജനങ്ങളോ സന്ദർശകരോ വരുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എത്തുന്നവരും പാർട്ടിക്കാരും സന്ദർശകരുമെല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പുതിയ ഓഫീസിലേക്ക് വരണമെന്നും ഔദ്യോഗിക വസതി തനിക്കും കുടുംബത്തിനും മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത്രയും കാലം കേരളം കണ്ട പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം അത് EK നായരാനായാലും VS അച്യുതാനന്ദനായാലും ഉമ്മൻചാണ്ടിയായാലും രമേശ് ചെന്നിത്തലയായാലും തങ്ങളുടെ വസതിയിൽ തന്നെയായിരുന്നു ഓഫീസും സന്ദർശന സൗകര്യങ്ങളും ഒരുക്കിയിരുന്നത്. ജനങ്ങൾക്ക് എപ്പോഴും കടന്നു വരാൻ സാധിക്കുന്ന ഒരു ജനകീയ കേന്ദ്രമായിരുന്നു കന്റോൺമെന്റ് ഹൗസ്. എന്നാൽ പൊതുജന സമ്പർക്കം പാർട്ടിയുടെ അന്തകനായെന്ന് വിലപിക്കുന്ന CPM-ന് ജനങ്ങളെ ഔദ്യോഗിക വസതിയുടെ പടിക്ക് പുറത്തു നിർത്താനുള്ള പിണറായിയുടെ പിടിവാശി വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു ശേഷം പിണറായി വിജയൻ എവിടെയായിരിക്കും താമസം എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. നിലവിൽ മകൾ വീണ വിജയനും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പിണറായി വിജയനും ഭാര്യ കമലയും താമസിക്കുന്നത്. ഈ വാടക വീടിനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത്. വീണ വിജയനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കാൻ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഈ വീടിന് പുറത്തു വെച്ച് ആക്രമിക്കപ്പെട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു. ഇത് പാർട്ടിയെയും പിണറായിയെയും കടുത്ത പ്രതിരോധത്തിലാക്കി. തനിക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാൻ തടസ്സമായി നിൽക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ നിന്ന് ഒഴിയാത്തതാണെന്ന് മുൻപ് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ സൂചിപ്പിച്ചിരുന്നു. സതീശൻ മാറുന്നതോടെ കന്റോൺമെന്റ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പിണറായിയും സംഘവും അങ്ങോട്ടേക്ക് പ്രവേശിക്കും.
കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുമ്പോൾ മകൾ വീണയും റിയാസും വാടക വീട്ടിൽ തന്നെ തുടരാനാണ് സാധ്യത. ഈ കഥയിലെ ഏറ്റവും കൗതുകകരവും എന്നാൽ അണികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതുമായ ഘടകം പിണറായി വിജയന്റെ പ്രിയപ്പെട്ട വളർത്തുനായയായ റോബിനാണ്. യഥാർത്ഥത്തിൽ ഈ വളർത്തുനായയുടെ സൗകര്യവും സുരക്ഷയുമാണ് പിണറായിയെ കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിച്ചതെന്നാണ് വസ്തുത. നേരത്തെ AKG സെന്ററിന് സമീപമുള്ള ചിന്ത ഫ്ളാറ്റിലേക്ക് പിണറായി മാറുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ കരുതിയിരുന്നത്. പിണറായിക്കും അതിലായിരുന്നു താല്പര്യം. എന്നാൽ ഫ്ളാറ്റ് സംസ്കാരത്തിൽ വളർത്തുനായ റോബിനെ പരിപാലിക്കുന്നതിനും അതിന് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വലിയ പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഫ്ളാറ്റിലേക്ക് മാറേണ്ടെന്ന തീരുമാനം അദ്ദേഹം എടുത്തത്. ഔദ്യോഗിക വസതി റെഡിയാകുന്നത് വരെ മകളുടെ വാടക വീട്ടിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചതിന് പിന്നിലും ഈ റോബിൻ ഘടകമുണ്ടായിരുന്നു. കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുമ്പോൾ പിണറായിയും ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും ഈ വളർത്തുനായും മാത്രമായിരിക്കും അവിടുത്തെ പുതിയ അന്തേവാസികൾ. ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി ഫ്ളാറ്റുകളിലോ ലളിതമായ സാഹചര്യങ്ങളിലോ താമസിക്കാൻ താല്പര്യപ്പെടുമ്പോൾ തന്റെ വളർത്തുനായയുടെ ആഡംബരത്തിനും സ്വാതന്ത്ര്യത്തിനുമായി ഔദ്യോഗിക വസതിയെ തന്നെ ആശ്രയിക്കുന്നത് അണികളിൽ വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടി നേതാക്കളുടെ ആഡംബര ജീവിതവും ധാർഷ്ട്യവും തിരുത്തണമെന്ന കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി തന്റെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്കായി പാർട്ടി സംവിധാനങ്ങളെയും ഭരണകൂടത്തെയും സമ്മർദ്ദത്തിലാക്കുന്നത്. ഇത് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്യുന്ന തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലത്തും നിലനിന്നിരുന്നത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ജനങ്ങളാണ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്ന നേതാക്കൾ തന്നെ ജനങ്ങളെ അകറ്റി നിർത്താൻ പ്രത്യേക കോട്ടകൾ കെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് ചേർന്നതല്ല. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറുമ്പോൾ ഉയരുന്ന ഈ വിവാദങ്ങൾ വെറും ഒരു വീടുമാറ്റത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് CPM നേരിടുന്ന ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ്.